അതിനിടയ്ക്ക് വളരെ ശ്രദ്ധേയമായ മറ്റൊരു ഡെവലപ്മെന്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തതിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. പി ജയരാജനും ജെ മേഴ്സിക്കുട്ടിയമ്മയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാനലിനോടാണ് അവർ വിയോജിപ്പ് അറിയിച്ചത്. വോട്ടെടുപ്പൊന്നും ആവശ്യമില്ല, പക്ഷേ ഈ പാനൽ അതിനോട് വിയോജിപ്പുണ്ട് എന്ന് പി ജയരാജൻ അറിയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാജു, പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ പുറത്തു വലിയ പ്രതിഷേധം നമ്മൾ കാണുന്നു. ജയരാജന്റെ പാർട്ടി മെമ്പേഴ്സ് ആയവരും അല്ലാത്തവരൊക്കെ ഫേസ്ബുക്കിൽ നടത്തുന്ന ചില പ്രതികരണങ്ങൾ കാണുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് കാണുന്നുണ്ട്. അപ്പോൾ ജയരാജന്റെ ഈ പ്രതിഷേധം എന്തുമാത്രം ആഴമുള്ളതാണ്? അദ്ദേഹം കഴിഞ്ഞ തവണയും അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തപ്പെടുമെന്ന കണക്കുകൂട്ടലുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്ന് എറണാകുളത്ത് അത് സാധ്യമായില്ല. കൊല്ലത്തേക്കും അദ്ദേഹത്തിന് അത്തരം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ പിണറായി വിജയൻ അടക്കമുള്ളവർ നടത്തിയ പരാമർശങ്ങൾ പരിശോധിച്ചാൽ അതിനുള്ള സാധ്യതകൾ നേരത്തെ തന്നെ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആയിരുന്നു വസ്തുത. ആ ഘട്ടത്തിലാണ് ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പാനൽ അവതരിപ്പിച്ചപ്പോൾ എതിർപ്പുമായി എത്തിയത്. ഇതിൽ വിയോജിപ്പുണ്ട്, പക്ഷേ വോട്ടെടുപ്പിന്റെ ആവശ്യമില്ല, ഇത് തിരുത്തണം എന്ന നിലപാടായിരുന്നു അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്ത നിലപാട് എന്ന് പറയുന്നത്. സമാനമായ എതിർപ്പുകൾ ഇപ്പോൾ പത്മകുമാറിന്റെ കാര്യം പറഞ്ഞതുപോലെ പി ജയരാജനും മറ്റൊരു തരത്തിൽ എതിർപ്പ്, ജെ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള പാനലിന്റെ കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നു. അവരും ആ കമ്മിറ്റിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ പി ജയരാജന്റെ കാര്യത്തിലാകുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി ഏറെ ഫാൻസ് ഉണ്ട് കണ്ണൂരിലും മറ്റും. അവർ വൈകാരികമായി തന്നെ അതിനോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ബ്രാഞ്ച് അംഗമായി കഴിയട്ടെ എന്നതടക്കമുള്ള അതിവൈകാരികമായി പോലും ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മകന്റെ ഭാഗത്തുനിന്ന് എം സ്വരാജിന്റെ പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുകയാണ്. വർത്തമാനകാല ഇന്ത്യയിൽ ഇതിലും വലിയ വിധി നിങ്ങൾ പ്രതീക്ഷിച്ചോ എന്ന ചോദ്യം ഉയർത്തുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എടുത്ത് സ്റ്റാറ്റസ് ആക്കി മാറ്റിയിരിക്കുന്നത്. സ്വാഭാവികമായും ആ കടുത്ത അതൃപ്തി, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അതൃപ്തി അദ്ദേഹത്തിന്റെ അണികളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നു എന്ന നിലയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിനോടൊന്നും ചെവി കൊടുക്കാൻ സംസ്ഥാന നേതൃത്വം ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം ജയരാജൻ പുറത്തേക്ക് ഒന്നും പറയില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിലാണ്. അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ കഴിയുന്ന ഫോറത്തിലാണ് അദ്ദേഹം പാനലിനെതിരെ അഭിപ്രായം പറഞ്ഞത്. മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള പ്രതികരണം അദ്ദേഹം പുറത്ത് നടത്തിയിട്ടില്ല. ജെ മേഴ്സിക്കുട്ടി അമ്മയുടെ കാര്യത്തിലും അങ്ങനെയാണ്. മറ്റൊരു കാര്യം, കണ്ണൂരിൽ നിന്നുള്ള സുകന്യ എന്നിൻ്റെതാണ്. അവർ ഫേസ്ബുക്കിൽ ചെഗുവേരയുടെ ഒരു കോട്ടിംഗ് വെച്ചുകൊണ്ട് അനീതി നടന്നു എന്ന തരത്തിലുള്ള പരാമർശം ഇന്നലെ നടത്തിയിരുന്നു. പക്ഷേ പാർട്ടിയുടെ തീരുമാനത്തിനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അവർ ഇപ്പോൾ വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതായത് പത്മകുമാറിൻ്റെതാണ് പുറത്തേക്ക് വന്ന പ്രധാനപ്പെട്ട പൊട്ടിത്തെറിയെങ്കിലും ഈ തീരുമാനങ്ങളിലെല്ലാം സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും ഒക്കെ നിശ്ചയിച്ച തീരുമാനങ്ങളിലൊക്കെ കുറെ പേർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പലരും പുറത്തേക്ക് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കൊടിയിറങ്ങുമ്പോൾ അതിന്റെ സംസ്ഥാന കമ്മിറ്റിയെയും സെക്രട്ടേറിയറ്റിനെയും രൂപീകരിച്ചതിനെ ചൊല്ലി വലിയ വിയോജിപ്പുകൾ അകത്ത് തന്നെയുണ്ട്. ചിലതൊക്കെ പുറത്തേക്കും വരുന്നു. CPIM സംസ്ഥാന കമ്മിറ്റിയിൽ വീണ ജോർജിനെ ക്ഷണിതാവാക്കി തന്നെ ഒഴിവാക്കിയ നടപടിക്കെതിരെ പത്മകുമാർ പരസ്യമായി രംഗത്ത് വരുന്നു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. അതേസമയം പി ജയരാജനും ജെ മേഴ്സിക്കുട്ടിയമ്മയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നില്ല. രണ്ട് മുതിർന്ന നേതാക്കളാണ്. അതിലുള്ള വിയോജിപ്പ് അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാനലിനെ അറിയിച്ചു. പക്ഷേ പുറത്തൊന്നും പറയാൻ തയ്യാറല്ല. പക്ഷേ പുറത്ത് പലതരത്തിലുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിയോജിപ്പുകൾ നമ്മൾ പാർട്ടിക്കാർക്കിടയിൽ നിന്നും പാർട്ടി അനുഭാവികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ കാണുകയും ചെയ്യുന്നുണ്ട്.